വീടല്ലേ അത്? അതെന്താടാ അതെന്തൊരു സാധനം? ആര് എറിഞ്ഞ സ്പീഡ് ഗുലാന് വില്ലുമാൻ ദാമുനി കൊടുന്ന് അടാ അടിച്ചു. കെവിൻ ഓക്സിൻ അടിച്ച്. ദാമുന് നല്ലൊരു പണി കിട്ടി. ദാമു എന്തോ പറഞ്ഞ് കെവിൻ MVP യാ. ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DC ടോട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ബാബുസെട്ടിന്റെ കൂടെയാണ്. കഴിഞ്ഞ ദിവസം ബാബുസെട്ടിന്റെ കിക്കിലുള്ള ഫസ്റ്റ് സ്ട്രീം ആയിരുന്നു. ബാബുസെട്ട് കിക്കിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി ബാബുസെട്ടിന്റെ ലൈവും കാര്യങ്ങളൊക്കെ കിക്കിലായിരിക്കും. ഞാൻ ഏതായാലും ബാബുസെട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് TVA വേഴ്സസ് CID തമ്മിലുള്ള ടർഫ് വാറാണ്. ഡേവിസ് ടർഫ് വാറാണ്. അപ്പോൾ ഏതായാലും അടിപൊളി ബൗസെറ്റിൻ്റെ ഒരു ഫണ്ണി റിയാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. ഏതായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. CID വേഴ്സസ് TV ടർഫാണല്ലേ. സ്റ്റാർട്ട് ചെയ്തു. 43 ഓൾറെഡി സെറ്റ്. ഫയർ വരണക്കടാ. ഞാനടിക്കുന്നത് ഇങ്ങനെ ആർക്ക് കിട്ടി? ഓ ദാമു പേരെന്താ? ദാമു ആ കാര്യത്തില് ദാമു വിഷയാണ് കേട്ടോ. കലിപ്പാക്കാന് ദാമു വേറെ ലെവലാ. പ്രൊഫസർ, പ്രിൻസസ്, സോറോ, ദാമോദർ സിംഗ്, ഒരുപാട് പേരുണ്ടല്ലേ. ഇവർ ഫസ്റ്റ് ടർഫാന്ന് തോന്നുന്നു കേട്ടോ. CIDന്റെ ഫയർ വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് അത്യാവശ്യം നല്ല ഫയർ വരുന്നുണ്ട്. എനിക്ക് സർപ്രൈസ് വേണ്ട. വണ്ടിയിലാര്? 4 പേരാ. 4 പേരുണ്ട് കേട്ടോ. അളിയ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ W ബിൽഡിംഗിൽ 5 പേര്, 5 പറയുമ്പോ 2 അന്നാ. അങ്ങനെയാണെങ്കിൽ ബക്കറ്റിനകത്ത് 10 പേര്. 10 പേരോ? കഴിഞ്ഞല്ലോ. അത്രേ ഉള്ളൂ. നിങ്ങൾ വണ്ടി കേട്ടോ പ്ലീസ് 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 പ്ലീസ്. ഇവിടെ ഇപ്പൊ എങ്ങാനും വണ്ടി എടുത്തോണ്ട് പോയാ നിങ്ങൾ എന്നെ കൊണ്ടുപോകൂലേ? എന്താടാ ആലോചക? അവൻ സ്പോട്ടില് അവൻ കേരള സെക്കൻഡില് വണ്ടി ലോക്ക് ചെയ്ത് പിന്നെ ഇറങ്ങാൻ പോലും പറ്റില്ല വണ്ടിന്ന്. അതെടുത്ത് കൊണ്ടുപോയാ തീർന്നില്ലേ? അടുത്തവൻ ബുദ്ധിയില്ലാത്തവനവൻ. യവൻ ബുദ്ധിയില്ലാത്തവനാ. വണ്ടിന്ന് ഇറങ്ങിയേ. ഇതാര്? ഇവരുടെ വണ്ടി ആരെടുത്തില്ല? ലോക്കാക്കിയാ? മറ്റേ ഞാൻ അൺലോക്ക് ചെയ്തരാം. ഇവര് വണ്ടി എടുത്താ? വണ്ടി പോയടാ. മണ്ടന്മാരാടാ വണ്ടി എടുത്താ പാങ്ങളെ. അവര് എന്ത് മണ്ടന്മാരാണ്? പാവടാ. ഒരു വണ്ടി കുറഞ്ഞടാ. ഒരു വണ്ടി കുറഞ്ഞടാ. തുറക്കൂല, നീ പേടിക്കണ്ട. തുറക്കൂല. നീ അവിടെ നിന്നില്ല. നമുക്ക് പാട്ടൊക്കെ കേട്ടിരിക്കാം. നമുക്ക് പോയിട്ട് നമ്മളല്ലോ ടർഫ്. നമുക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ഒരു പോട്ടെ നമുക്ക് ഇവിടെ പെട്ടടാ. ഒരു വണ്ടി വണ്ടി എടുത്തടാ. കിട്ടുന്നില്ല കേട്ടോ. എത്ര പാടെന്തോ നോക്കി. നീ വണ്ടി കയറ്.
അവൻ ഈ വണ്ടി കയറിയല്ലോ ആവശ്യമായിട്ട്, അതുകൊണ്ടാണ് അവൻ അത് അൺലോക്ക് ആവാത്തത്. ഈ വണ്ടി ലോക്കായി കളി. അളിയ എന്ത് പരിപാടി അളിയ നിങ്ങൾ കാണിക്കണ? Same but different. No money, no honey. എടി വല്ല ഏതല്ലേ? പക്ഷെ ഇത് അൺലോക്ക് ആവണില്ല. അല്ല അവന് കീ എടുത്താ പോരെ? കീ കൊടുത്തു തോന്നണം. നിങ്ങളൊക്കെ പോയി കഴിയുമ്പോ നമ്മളോട് പറയണേ. ഓക്കേ. സൈഡ് ചെയ്യണേ. ഹലോ അത് അവന്, ഹലോ സിയോണിക്സ്, എനിക്ക് വാസണ്ണൻ ക്രൗച്ച് അടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് ഇങ്ങനെ അത് ഏയ്. ഇറങ്ങി കയറണ വേണം. അത് ബഗ്ഗടിച്ചതോ അപ്പൊ ഇറങ്ങി കയറി വേറെ എവിടെയെങ്കിലും ഇത് ഇറങ്ങി കയറി ഇത് കാണാൻ പറ്റുമോ? ആ കുഴപ്പമില്ല. സോൺ തരാം വന്നാന്ന് ഹെൽപ്പെട്ടാ സോണിന്. ലാസ്റ്റ് ലൊക്കേഷൻ കൊടുക്കാം. ആരുടെ പൈ ആര് വേറെ ഇത് എന്റെ കൂടി ഇടയിൽ കൂടെ ഒരു അടി അടിച്ചത്. നോക്കി വെച്ചതാണ്. ആ ഇവിടുന്ന് അല്ല ഇവിടെ എന്താ ഈ വണ്ടി ഇവിടെ എന്തിനായി വണ്ടി എന്തിനായി? എന്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നട്ടോ. അൺലോക്ക് ആവണില്ല കേട്ടാ. എന്നാ അതിന്റെ പകരം അവ ഇറങ്ങിയിട്ട് ഈ വണ്ടി കേറിയിട്ട് ദാമുനെ കൊണ്ട് മറ്റേ വണ്ടി ഓടിച്ചാ പോരെ. ഓ അപ്പൊ ആ വണ്ടി അതാണ് അൺലോക്ക് ഇത് ആവണില്ല. വിഷയം. നമുക്കിപ്പം അളിയ വെയിറ്റ് ഓക്സി, നീ ഇവിടെ നില്ല്, ഞാൻ പോയി വെച്ച് വരാം. നമ്മളൊരു വണ്ടി എടുത്തോണ്ട് വന്നാ പോരെടാ അകത്ത് പോയി. ഈ വണ്ടി അവിടെ കൊണ്ട് നമ്മളൊരു വണ്ടി എടുത്തോണ്ട് വന്നാ പോരെ? വല താക്കോലുള്ളവരാണ്. എല്ലാ കേസ് സെയിം ആണോ? ഇവരെന്താ ഇവിടെ ഇതെന്താ ഇവിടെ ഇരിക്കുന്ന എല്ലാരും? വരും പോയാ വണ്ടി പാവപ്പെട്ടവന്മാര്. ഒരു ടീം അവിടെ ഉണ്ട് കേട്ടാ. അത് ഞാൻ വെറുതെ തുടങ്ങിയൊന്നുമല്ല, അതിനൊരു കാരണമുണ്ട്. ആ കാരണം പൃഥ്വിരാജ് പറഞ്ഞ 10 വർഷം മുമ്പേ സെല്ലിനെ ഇട്ടോ. ഇതാര്? കെവിൻ 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 മിണ്ടൂല. ഇറ്റ്സ് ടീ ബേബി ടെസ്റ്റ്. ആരടിക്കുന്നു? അതുവഴി വണ്ടി പാസ്സായി. മിങ്കി ഇവരിപ്പോ ഉണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഹോൾഡ് ചെയ്തിരിക്കണല്ലോ അവര്. ഓക്സി ഇവിടെ തന്നെ ഉണ്ട്. ആ വണ്ടി കവറിന് വല്ല ഇട്ടാ മതി. ഇപ്പൊ കിട്ടിയ വണ്ടി വരെ ആ നല്ല കൺഫ്യൂഷൻ ആവും മറ്റു ഓടിച്ച് കളിക്കുകയാണെങ്കിൽ. അയ്യോ അതവിടെ സ്ക്രീനിന് കവർ ഇട്ട് കൊടുത്ത് മറ്റു വണ്ടി എടുത്ത് ഞാൻ സത്യം പറഞ്ഞു. സത്യം സത്യം. ഓടിച്ചളിക്കാൻ അവനെ ഇറങ്ങായിരുന്നു. അതാണ് കേട്ടാ ഞാൻ ഞാൻ എപ്പോഴും വിചാരിച്ചത്. കവറ് ലോക്കായടാ അവിടെ ഡോറ്. അവനെ ഇറങ്ങായിരുന്നത് മറ്റേ വണ്ടി അവരഥവാ ലോക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയ പിന്നെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവൻ ഇറങ്ങിയത് വണ്ടിയിൽ. ഓടാ വണ്ടി എടുത്തോണ്ട് പോയടാ അവൻ. അവർക്ക് വണ്ടി ഡിസഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ. അല്ല ഇവരിവിടെ ഇരിക്കണ അറ്റാക്കിങ്ങിന് tactics വേണ്ട ഒരു സാധനമാണ്. 4 പേര് ഇവിടെ. ഇപ്പോഴും അത് പയ്യെ ബൈഫൂട്ട് വരാനുള്ളതായിരിക്കും. കളിപ്പിക്കുന്ന വെച്ചിട്ടാണ് അവര് നേരത്തെ താഴെ ഇറങ്ങിയപ്പോ നിങ്ങളെ കേറുമ്പോ പറയണേന്നോ അങ്ങനെന്തോ പറയണ്ടായിരുന്നു. ഞങ്ങള് വരാം അങ്ങനത്തെ രീതി. അവസാനം മത്തി ചെയ്യുമ്പത്തേക്ക് ഇവര് പയ്യെ 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 ബേക്കിലൂടെ കേറാൻ പറ്റില്ലായിരിക്കും. എനിക്ക് മറ്റേ സാധനം ഇട്ട് തരുമോ? സാനിറ്റൈസർ ഡേവിസ് വന്നിട്ടില്ല ഇതുവരെ. വന്നില്ലേ നോക്ക്. ഇല്ല സാധനം എനിക്ക് വന്നിട്ടില്ല. സോണില്ല. സോണാറത് ഫോണുണ്ട്, ടൈമില്ല മേളത്തെ. ഓ ടൈം വരത്തില്ല. അത് ആരുടെ ചോദിച്ചാ മതി. മൂഞ്ചി. അയ്യേ കൊറേ കാലത്തിന് ശേഷം ടർഫിൽ ഇറങ്ങിയതാണ് അണ്ണൻ. പണി കിട്ടുകയും ചെയ്ത്. അവസ്ഥയാണ് 4090 ഗായ്സ്. 4090 ഒക്കെ അടിച്ചു പോയിട്ടോ. കെവിൻ അപ്പുറത്തുണ്ട്. ആള് ചോദിച്ചു വാങ്ങിച്ച പൊസിഷൻ ആർക്കും പീക്ക് എടുക്കാൻ പറ്റാത്ത പൊസിഷൻ ചോദിച്ചു വാങ്ങിച്ചു കളിക്കുന്ന 10 മിനിറ്റ് 10 അല്ല 11 മിനിറ്റ്. നെക്സ്റ്റ് സർവേയുടെ എല്ലാ വണ്ടിയും DV അടിക്കും. ന്യൂ റൂൾസ് വണ്ടി ഇരുന്ന് കളിച്ച ഇൻഫ്ലുവൻസ് കേറില്ല. ഓരോ ഡൗൺ അനുസരിച്ച് ഇൻഫ്ലുവൻസ് കുറയുന്നത് കൂടും. ഓക്കെ 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 ഓക്കെ. ഡേവിസ് അത് 100% TV. കൂട്ടില്ലെങ്കിൽ പിന്നെ DV അടിക്കേണ്ട കാര്യമുണ്ട്. എനിക്കറിയില്ല. ആ അല്ലേ മറ്റേ വെഹിക്കിൾ വാർ ആവുമല്ലോ അത് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ ഫാൻ ബോയ് ആണ് ഇപ്പോഴും തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചെല്ലും, 2 വെടി വെക്കുക, റോൾ ചെയ്യും. അത് ഇവിടെ സ്റ്റൈലുണ്ടോ? കൂളിംഗ് ഗ്ലാസും വെച്ച് ഹെൽമെറ്റ് വെക്കത്തുള്ളൂ. വർക്കാവോ ഹെൽമെറ്റ്?
അതെ പണ്ട് ഏതോ ഒരുത്തൻ പറഞ്ഞതിന് ശേഷം എല്ലാവരും അല്ലല്ല പണ്ട് ഏതോ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാ വർക്കാവില്ല. ഏതോ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാ ലൈക്ക് ഹെൽമെറ്റ് വർക്കാവില്ല, ബഗ് ഉണ്ട്. എടാ അത് ഈ ഹെൽമെറ്റ് അല്ലടാ, മറ്റേ ഹെൽമെറ്റും ആണത്. ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇല്ലേ ഇവിടെ അറിയാം. നടന്നു ഇവിടെ വരെ എത്തി. ഓ എടാ 4 പേരല്ലേ? പറഞ്ഞ ബൈഫോട്ട് വരുന്ന ട്രിക്ക് അവിടെ ഉണ്ട്. ഇതിനെ നോക്കി ഓൺ സ്പാരോ, പാണ്ട ജോയിന്റ് അപ്പുറത്ത് ട്രിക്ക് ഒപ്പുണ്ട്. എടാ ഇവിടെ തീയൊക്കെ എറിഞ്ഞടാമാര്, എറിയോടെ തീ എറിയോട്ടോ. അതെ അതെ നമ്മള് ഓ ഫയർ എവിടുന്നാണ്? അതാണ് അടിച്ചേ. ഗുലാൻ അടിച്ചിട്ടോ. ഗുലാൻ നല്ല ഫയർ കൊടുത്തിട്ടുണ്ട്. കാർവാഷിന്റെ അവിടെ നല്ല അടിച്ചു. നോക്ക് ജസ്റ്റ് മിസ്സിനായി. കൊണ്ടായിരുന്നു കേട്ടാ പണ്ട ചോദിക്ക്. എടാ ഈ സൈഡിന് താഴെ എറിഞ്ഞു കഴിഞ്ഞാൽ പടരും തീ. 3 പേര് ഇവിടെ ഉണ്ട്. ആരെടുത്തു? മൈൽസ് എടുത്തു. എവിടെ മൈൽസിന്റെ ലൊക്കേഷൻ എവിടെ? അടുത്ത ആരപ്പിക്കെടുത്ത. ഓ ഇവിടെ ഇതിന്റെ മേലെയാണോ? എവിടെ അടിച്ചു? ഓ ഈ സൈഡില്. ഓ ഇവിടെ വന്നായിരുന്നല്ലോ ഇവര്. എവിടെ ആരാ വീണ? വരുന്നുണ്ട്. നമ്മുടെ പയ്യന്മാരാരോ വരുന്നുണ്ടല്ലോ. പ്രൊഫസർ അവരാണോ? അവിടെ ഓക്കേ, മൈൽസ് മോൻ അപ്പൊ ഫസ്റ്റ് വിക്ക് എടുത്തിട്ടുണ്ട്. മൈൽസ് അടുത്തടാ സരക്കണ്ണൻ. ഓപ്പൺ ആയിട്ട് കിട്ടി. സൈഡത്തെ 2 പേര് ഇപ്പൊ ഡൗൺ ആയിട്ടുണ്ട്. കാറും കൊണ്ടുപോയി ഫസ്റ്റ് തന്നെ. പാവടാ, ആദ്യത്തെ ടർഫാന്ന് തോന്നുന്നു. എല്ലാം മൂഞ്ചിക്കൊണ്ടിരിക്കുന്നത്. സാല വിചാരിക്കുന്നു. ഫസ്റ്റ് ആണോ സാർ? ആദ്യമായിട്ടാണ് ടർഫ് അടിക്കുന്നത്. ഫസ്റ്റ് ടർഫ് തന്നെയാണ്. ആണ് 3 പേര് ഇവിടെ ഉണ്ട്. ട്രിക്ക് ഉണ്ട് അപ്പുറത്തുണ്ട്. സെൻഫാൻ ബോയ് ആ സൈഡിൽ കേറണം. അല്ല അത് ശരിയാണല്ലോ. യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ. സോൺ ഔട്ടിന്ന് യൂസ് ചെയ്തൂടല്ലോ. ശരിയല്ലോ. സോൺ ഔട്ടിന്ന് ഗണ്ണ് യൂസ് ചെയ്യണ പോലെയാണല്ലോ ഇത് യൂസ് ചെയ്യണത്. സ്പീഡ് വന്ന് നോക്കണം. സ്പീഡല്ലേ അത്? അതെന്താടാ? അതെന്ത് സാധനം? ആര് എറിയാൻ പറ്റുവോ? സ്റ്റണ്ടിന്റെ നെഞ്ചുകാരെടുത്തോ സ്റ്റണ്ട് കാരണം. എന്തല്ല എന്തൊരു എഫക്റ്റ് വന്ന് ഫീൽ ചെയ്ത അവിടെ. വല്ല സ്കൂട്ടായിട്ടോ? സ്പീഡ് സ്കൂട്ടായി. ഇവിടെ ആയിരുന്നൊക്കെ പറയാൻ വേണ്ടി പോയത്. ചെവിയൊക്കെ അടിച്ചു പോയിട്ട് ചെവി പോയതൊക്കെ ഓടി വന്ന ചെവി ഒരു പടക്കം. എന്റെ ചെവി പോയി. അവര് അപ്പുറത്തൊരു കെവിന് വന്ന് കെവി ഓടിച്ചു. ഫൈറ്റ് ആയിട്ട് അവിടെ നിന്ന് മനസ്സിലാകത്ത്. എനിക്ക് സൈഡ് അതൊന്നും മനസ്സിലാവുന്നില്ല. ചെറിയ ചെവി കളയോട്ടോ. എന്താ കാണിക്കുന്നവൻ? അത് തീരത്തില്ല അവിടെ ഒന്നും. കേട്ടാ ഞങ്ങളല്ല, അത് അവരെ അറിയുന്നത്. ഡേവിഡ് ജോൺ എറിയുന്നുണ്ട് കേട്ടോ. മറ്റുള്ള മെമ്പേഴ്സ് 2 പേര് ഡൗൺ ആയിട്ടുണ്ട്. സൈഡ് 2 പേര് ഡൗൺ ആയിട്ടുണ്ട്. പ്രശ്നം മാത്രമേ ഉള്ളൂ. എടാ അല്ല, ആരെങ്കിലും ഒരാൾ ഇറങ്ങി വന്നാ വണ്ടിയുടെ മണ്ടേ കയറിയിട്ട് ഇങ്ങോട്ട് എറിഞ്ഞാ മതിയടാ. ആ വണ്ടിയുടെ മണ്ടേ കയറി റൈറ്റ് ചെയ്യുന്ന എല്ലാം ഓടിപ്പിക്കൂ. 24 മിനിറ്റ് ബാക്കിയുണ്ട്. ഒരു കിടിൽ ഐഡിയ ആയിരിക്കും അല്ലേ? റൈറ്റിൽ കയറി ക്ലോസിൽ വന്നിട്ട് മാക്സിമം സോണിന്റെ അടുത്ത് നിന്ന് ഒരു തീ 2 എടുത്ത് എറിയ, 2 സൈഡിൽ നിന്ന് ആളെ വെച്ച് അടിക്കുക. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോ തോന്നും, പെട്ടെന്ന് അവിടെ നിന്ന് തോന്നില്ല. സ്പീഡ് നോക്കിയതല്ലേ? ശരിയാ, സ്പീഡ് നോക്കിയതല്ലേ? ഡബ്ല്യൂ 2 പേരും കൂടെ കയറണം, എന്നിട്ട് അടിക്കണം. ഇവിടെ കുത്തിക്കണ്ടേ? ഇവിടെ ആരെയുണ്ടോ? ആളില്ലെന്നാ തോന്നുന്നു. ഇവിടെയാണ്. ഇപ്പൊ കൗണ്ട് 10v11 ആണ്. അല്ല 10v12. 10v12. ടെക്സും ടിഎംജിയും കയറി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ടർഫ് ടെക്സും ടിഎംജി.
സരക്കണ ഒറ്റക്കൊള്ളായില്ല കേട്ടോ. ഏതെങ്കിലും ഹെഡ്സെറ്റ് നോക്കി വെച്ചിട്ടുണ്ടോ? നോക്കി വെച്ചിട്ടുണ്ടോ ചാറ്റ്? ഞാൻ എടുക്കുമ്പോൾ ട്രിക്കിന്റെ പുറത്തുണ്ട്, അത് ഞാൻ കുറച്ച് ടൈം സ്പീഡ് ഉണ്ട്, മറ്റുള്ളവർക്ക് അപ്പുറത്ത് ക്ലൗഡ്. ഞാൻ ഇനി ഓവർ ഗുലാന് പുറത്തല്ല, ഗുലാന് ചെവിക്കകത്ത് ഹൈപ്പറക്സ്. ഏതെങ്കിലും ഹെഡ്സെറ്റ് നോക്കി വെച്ചിട്ടുണ്ടോ? നോക്കി വെച്ചിട്ടുണ്ടോ ചാറ്റ്? ഞാൻ എടുക്കുമ്പോൾ ലൈക്ക് നല്ലത് എടുക്കാൻ, അത് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ. ഹൈപ്പറക്സ് ക്ലൗഡ്. ഞാൻ ഇനി ഓവർ ഇനി അത് ചെവിക്കകത്ത് വെക്കുന്ന സാധനം. എടാ മറ്റേത് മുടി ഭയങ്കര കംപ്ലൈന്റ് ആണ്, എന്റെ ഉള്ളൊക്കെ ഇവിടേക്ക് ഓട്ടയായി തല. ഇവനാ ഏറ്റവും ഹൈറ്റിൽ കാര്യമില്ലടാ. ഒരാള് ബാക്കിലുണ്ട്, പാണ്ടാജോയ് ബാക്കില്, ബാക്കി 3 പേര്. ഹൈപ്പറക്സ് അല്ല ഇത്, ഇത് റൈസ്. പ്രശ്നം വണ്ടി താന്ന് വരൂടെ തന്നെ. മാത്രമല്ല എന്റെ മുടിയിൽ കറക്റ്റ് തല്ല ഇടിച്ചാ നിക്കുന്നത്. വണ്ടി തരും, ഈ വണ്ടിയല്ല നിന്റെ വണ്ടി ഞാൻ കൊണ്ട് കൈ തരും. പോയി പുഴുക്കണ പട്ടിയെ പോലെ. ട്രിഗർ ചെയ്യാന് ദാമുവിനെ കഴിഞ്ഞിട്ടുള്ളൂ. എന്തേലും പറഞ്ഞാണോ വാസോൺ? എന്തായി എന്റെ പേര് വാസോണ, ഇപ്പൊ ഇറങ്ങി പുഷ് ചെയ്യും. ട്രിക്കടാ അവിടുന്ന് അടിച്ച്. ഗ്യാപ്പ് നോക്കിയാണ് അടിച്ചിട്ടോ. അല്ല എങ്ങനെ വന്നാലും നമ്മൾ അടിക്കാൻ പറ്റത്തില്ല, അപ്പുറത്ത് ദാമു ഓക്സി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അമ്മാർ അവിടെ നിന്ന് ഇറങ്ങി വേണേ അടിക്കുവേ. എൻഡില് ഇറങ്ങിയിട്ടുണ്ട്. പോയിന്റ് കിട്ടുമോ? കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതാ ഞാൻ നോക്കൂ, അതാ നോക്കണേ. പക്ഷേ മോളി എറിയാൻ പറടാ, മോളി എറിഞ്ഞിട്ട് അടിക്കാൻ പറടാ. അവിടെ തീരും പിറ്റ് കളിക്കുന്നില്ലല്ലേ? മോളി എറിയാണെങ്കിൽ അവര് സ്പ്രെഡ് ആവും. സ്പ്രെഡ് ആവുന്ന സമയത്ത് അവിടുന്ന് ഫയർ ചെയ്യാം. അത് നല്ലൊരു ഇതാണ് കേട്ടോ. കൊണ്ടടവന് മാർമർ പോയി അവന്റെ. ദാമോദർ സിംഗ് സ്വന്തം ദാമോദർജി മരിച്ച് വണ്ടി മറിഞ്ഞ്. വാസന ഒരാള് കില്ലെടുത്ത്, കെവിന് കില്ലെടുത്ത്. അടിച്ച് കെവിൻ നല്ല ഫയർ വരുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, അങ്ങനെ മൊത്തം 5 പേര് ഡൗൺ ആയിട്ടുണ്ട്. 20 മിനിറ്റ് അല്ലേ? 20 മിനിറ്റ് ഇനി ലെഫ്റ്റ് ആയിട്ടുണ്ട്. 5 പേര് ഡൗൺ ആയി. എടാ ട്രിക്ക് നൈസായിട്ട് അടിക്കായിരുന്നു കേട്ടോ. അപ്പൊ കവർ കയറി അവൻ ഇറങ്ങി ഫൈറ്റ് എടുത്ത അല്ല ഇവിടെ ഇവിടെ. ഇവിടെ ഇറങ്ങി. കെവിൻ. നൈസ് നൈസ് നൈസ്. അവിടെ ഗുലാൻ അവിടെ ഒരു കില്ലെടുത്ത്. മൈക്ക് തൊട്ടത്. ജസ്റ്റ് മിസ് ഇട്ടോ. മൈൽസ് ഒക്കെ അപ്പുറത്തുണ്ട് കെവിന്. ട്രിക്കി ഗോഡ് ഇവൻ അടിച്ച് പാണ്ടാജോയൻ അടിച്ചു. എപ്പോഴോ അടി കിട്ടേണ്ടതാണ് പാണ്ടാജോയ്ക്ക്. അവൻ കൊറേ നേരമായി ഓപ്പൺ ആയിട്ട്. ഭയങ്കര ഫൈറ്റ്. മൈക്കിക്ക് നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പുറത്ത് 3 പേരുണ്ട്. 8 പേര് ഡൗൺ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 8 പേരോ? ഇവിടെ ഒരു 3 ആൾക്കാരുണ്ട്. പിന്നെ വണ്ടിയിലത്തെ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. 4 പേര്. ഇപ്പൊ ഏതെങ്കിലും ഒരു ബുള്ളറ്റ് കൊണ്ട് ഡിങ്ക് ആയി കാണും. ലോക്കായി പെട്ടിട്ടോ അവൻ. പെട്ട് എടാ അടിച്ചിട്ടെന്താ അവൻ ഒന്നും ആവാത്തെ. വീണ്ടും ലോക്ക്. കെവിൻ അഡാറ് ലോക്ക് ഇട്ടോ. അഡാറ് ലോക്ക്.
അത് വിഷയം കെവിനെ, അത് വിഷയം. വിഷയല്ലോ കേട്ടോ, വിഷയല്ലോ. അല്ല അവനെ വിടാൻ പറ്റില്ല. നൈസടാ. കെവിനെ അത് കൊള്ളാം കെവിനെ, അത് വിഷയം കേട്ടോ കെവിനെ. ലാസ്റ്റ് 3 ആൾക്കാര്. ഇനിയിപ്പോ ഇവര് മാത്രമേ ഉള്ളൂ. ഇവര് ഇനി എന്താ ചെയ്യാ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. ഓടി മേലെ കയറുന്ന താഴെ ഇറങ്ങും. വീട് അവിടെ വെയിറ്റിംഗ് കേട്ടോ. തല കണ്ട ഓൺ ദ സ്പോട്ടിൽ അടിക്കും. ട്രിക്കി മിക്കവാറും വെളിയിറങ്ങി അടിക്കാൻ തോന്നും. ട്രിക്കി അടിക്കല്ലേ, വെളിയിറങ്ങി അടിക്കാൻ തോന്നുന്നു. അടിക്കല്ലേ, കൊറേ മോളി വാരി എറിയടാ. 684 അവിടെ നിക്കാൻ പറ്റൂല. ലെഫ്റ്റോ റൈറ്റോ ഓടും. ചുമ്മാ വണ്ടി ഇതാര് മൈൽസ് കെവിന്. എടാ വണ്ടി ഒരെണ്ണം കൊണ്ട് തല കുത്താൻ അവിടെ ഇടണം. ഇടിച്ചെങ്ങാനോ അല്ലെങ്കിൽ വണ്ടി കൊണ്ടിട്ടിട്ട് ആ വണ്ടിയിലോട്ട് മോളി എറിയിപ്പിക്കണം. നമ്മളെ വണ്ടിയിലോട്ടാ. ആ നമ്മളെ വണ്ടി ഇവിടെ കൊണ്ടിട്ട് അടിച്ചു പൊട്ടിക്കണം, ഈ ഒരു ഏരിയയിൽ ഇട്ടിട്ട്. മനസ്സിലായോ? അവിടുന്ന് വണ്ടി fire കുറച്ചുകൂടെ ചെയ്യാട്ടോ. തള്ളി ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് fire ചെയ്യാം. കയറ്റി വെക്കണം. എന്നിട്ട് അപ്പുറത്തെ മറ്റേതിനകത്ത് കയറ്റി അടിച്ചു പൊട്ടിക്കണം. അത് നല്ലൊരു ഐഡിയ ആണ്. ചാവും ചാവും നീ ചാവും. ഓ ഏതാ? ഊ, എടാ അടിച്ച്. ചാവും ചാവും നീ ചാവും. എന്നിട്ട് അപ്പുറത്തെ മറ്റേതിനകത്ത് കയറ്റി അടിച്ചു പൊട്ടിക്കണം. ദാമത്തി ആംഗിള് വെലോസിറ്റി എന്തുവാടേ ദാമു? ദാമു എന്തൊക്കെയാ പറയുന്നത്? എടാ എന്നെ പണഞ്ഞടവനെ സ്പീഡ് പണി. എന്നടാ അവൻ കേച്ചിലായി. എടാ അത്ര അടി കിട്ടിട്ട് അവൻ കേച്ചിലായടാ. ഇവിടുന്ന് വില്ലൻ രായണ്ണനാണല്ലോ അവിടെ കിടക്കുന്നത്. ഞാൻ ഗുലാനാന്ന് ആദ്യം വിചാരിച്ചേ. ഞാൻ അപ്പുറത്ത് ഓക്കെ. ഓ ദാമു വീണ്ടും അടിച്ചേ. അതല്ല അവരുടെ ഫസ്റ്റ് കളിയാണ് കേസ്. പക്ഷെ അങ്ങനല്ല, ഇവന്മാര് ചെയ്യുന്നുണ്ടോ ആംഗിളോ വെലോസിറ്റി വെച്ച് ഇവിടെ എറിഞ്ഞാ വീഴുന്നു. സ്പോട്ടിൽ തലേ കൂടെ. അവിടെ ആർക്കും ആരെങ്കിലും ഓ രായണ്ണ അടിക്കുന്നേ. മൈൽസ് ഉണ്ട് അടുത്ത്. തള്ളിയൊക്കെ നീക്കണുണ്ട് കേട്ടാ. ഓ ഓക്സി നോക്കി നിക്കുന്നു. മറ്റേ റൈറ്റിലൊക്കെ ഓടി. ഡേവിഡ് ജോൺ ഉണ്ട്. ഇനി വേറെ ആരൊക്കെയാ? ഓ അടി കിട്ടിയടാ അവനിക്ക്. അവന് കിട്ടി. നല്ല രീതി കിട്ടിയാട്ടോ. സ്പാരോ ഉണ്ടല്ലേ ബ്രോക്കൺ. ഇപ്പത്തെ ഒരുത്തനെ ഓടിച്ചിരിക്കുന്നടാ. മറ്റേത് മേലെ കേറിച്ചിട്ട് വണ്ടി നീക്കിയപ്പോ ട്രിക്ക് വിടാതെ പിടിക്കുന്നടാ അവനെ. ടർഫിന് വെളിയിൽ കൂടെ കളിക്കുന്നടാ. ടർക്കി അവര് ഫസ്റ്റ് കളിയാണ് ഗൈസ്, അവര് ഫസ്റ്റ് കളിയാണ്. ലൈക് സോ പ്ലീസ്. ഓക്കെ ജിജി നൈസ് ട്രൈ. അല്ല അതില് നമ്മുടെ പയ്യന്മാരുടെ 1-2 കളി കൊള്ളാം. ലൈക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ വണ്ടി ഒരെണ്ണെടുത്ത് കളഞ്ഞു. ഗാലക്സി ചെയ്ത ലോക്ക്, ഇവിടെ മോളി എറിയുന്നത്, ലൈക്ക് അതൊക്കെ കൊള്ളാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊള്ളാം. ലൈക്ക് അല്ലാതെ വേറെ പ്ലാന്റെ കേസ് കൺഫോർം കേസ് അല്ല പറയുന്നത്. ലൈക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ പിള്ളേർ ചെയ്യുന്നത് നൈസായിട്ടുണ്ടെന്ന് പറഞ്ഞതാ. ഇതിപ്പോ ഇവര് ലോക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടോ. കേറിയ അടി കിട്ടും. സൈഡിന്ന് അപ്പുറത്തും ഇപ്പുറത്തും കണ്ടു കഴിഞ്ഞാൽ അടി വരും. ഇങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ. ഇവര് ഫസ്റ്റ് ടൈം ആയിട്ട് ഒന്നും പറയുന്നില്ല. ഇവര് നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോൾ ഇവരും തുടങ്ങും. ഓടിക്കേറുന്ന ചാവണക്കാട്ടി നല്ല വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും പോയി കുത്തിച്ചാവണ. ആണാ കൊടുക്കുവാണേ കൊടുക്കുവാണേ. വണ്ടി കൊടുക്കണം. ഓ അത് ട്രാപ്പാ, അത് ട്രാപ്പാ. അപ്പുറത്തെ വേറെ ഒരാള് വെയിറ്റിംഗ് ചെയ്യുന്നത്. എടാ അത് 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 ട്രാപ്പാ. വണ്ടി എടുത്തോ വണ്ടി എടുത്തോ എടാ ചതിയനാടാ. വണ്ടി എടുത്തോ വണ്ടി എടുത്തോ. ചതിയൻ ദാമു. അവൻ പറയണ സ്പാരോ പറയണ ചതിയാണെന്ന് നീ. പേര് ദാമു പി. ദാമു ടെമ്പററി കീയും തന്നിട്ടുണ്ട്. ആണാ കീയും കൊടുത്തിട്ടുണ്ട് ടെമ്പററി ആയിട്ട്. ഞാൻ സിയടിയായിരുന്നാ, ഞാൻ സിയടിയായിരുന്നു. അയ്യോ പകുതിക്ക് വെച്ച് ഇട്ടിരിക്കുന്നത് കണ്ട. റോക്കൺ ബോസ് ആണ് നോക്കുന്നൊക്കെയാണ്. തല കണ്ടു കഴിഞ്ഞ സ്പോട്ടില് ഫയർ വരും. വില്ലുമൻ കളി തീർക്കടാ. ഏതാ 13 മിനിറ്റ് ഉണ്ടോ ബ്രോ? പയ്യെ കളിച്ചാ മതി.
അവിടെ ഫയർ മിനിറ്റ് കൂടെ കേട്ടോ അവിടെ ആരാ അടിച്ചേ ഓ ക്രൈസി ട്രിക്കി കളി എടാ അപ്പൊ അവൻ ഓ ഇവിടെ കേറി വന്നടാ അവ അകത്തെത്തിയടാ മറ്റവൻ ആ ഓടിയവനല്ലേ ചെരുപ്പിടാണ്ട് അവൻ അകത്ത് കേറിയിരുന്നു. ട്രിക്കി ഓടി പിടിച്ച് കൊന്നിട്ടോ അവൻ ഓടി വന്ന് കേറിയിരുന്നു. സ്റ്റാർക്ക് ബ്രോ താങ്ക് യു ഫോർ ദ മണ്ടേ 4 പേര് സൂപ്പർ ചാറ്റ്. സ്റ്റാർക്ക് ബ്രോ ഇപ്പൊ ഇവര് രണ്ടുപേരുണ്ട്. താങ്ക് യു സ്റ്റാർക്ക് ബ്രോ. രണ്ടുപേരുണ്ട് കേട്ടോ ഇവന്. സ്പാരോ ഉണ്ട്. എന്താ ഉന്നൂടെ വണ്ടി ഇത് ഉന്നോട് വണ്ടി ഇത്. അയ്യോ, ഓ എനിക്ക് 1 HP. അയ്യോ അവനെ ഇട്ടുകൊണ്ട് വീണ്. എടാ, ചാറ്റ് മനസ്സിലായി. സ്നൈപ്പർ അടിക്കുന്നടാ അത് മനസ്സിലായി. അവനെ കിട്ടി നീ കുറച്ച്. പറയണ്ട അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണ്ട ഞാൻ അറിയുന്ന വെയിറ്റ് ഞാൻ ഒരു വണ്ടി ഫ്രണ്ടിലോട്ട് പിന്നെ അടി കിട്ടുമെന്ന് പിടിച്ച് കയറാണ്ടിരുന്നാലോ എന്നാ വണ്ടി ഓ നന്മമരം തന്നെ ഇരുന്നാ. ഇവൻ നന്മ വരവാടാ ഓ അണ്ണൻ പറഞ്ഞ കേറ അണ്ണൻ പറയാൻ എന്തോ ടർഫാണ് അവന്മാർ അതാ ഏതെങ്കിലും ഒരാൾ വന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ ട്രിഗർ ചെയ്യുന്നത് തീർക്കാൻ വേണ്ടിയാണ് guys. ഇപ്പൊ ട്രിഗർ അല്ല ഇവിടെ ഓവർ അല്ല ഞാൻ സിറ്റി കയറി ഇപ്പൊ എന്നെ ബഗ്ഗിന്ന് ഫസ്റ്റ് വിളിച്ചതല്ല അവനെ. ഞാൻ ഓവറായിട്ട് തോന്നുന്നു ബഗ്ഗിന്ന് പേര് വിളിച്ചതല്ല അവനായിരുന്നു. പക്ഷെ ഇതിപ്പോ തീർക്കാൻ വേണ്ടിയാണ് അവര് വിളിക്കുന്നത്. ഇപ്പൊ ട്രിഗർ അല്ല ഇവിടെ ഓവർ അതാ ഏതെങ്കിലും ഒരാൾ വന്ന് സംസാരിച്ചിട്ട് ഇതിപ്പോ ഇപ്പൊ ട്രിഗർ ചെയ്യുന്നത് തീർക്കാൻ വേണ്ടിയാണ് guys. ഇപ്പൊ ട്രിഗർ അല്ല ഇവിടെ ഓവർ അല്ല ഞാൻ സിറ്റി കയറി ഇപ്പൊ എന്നെ ബഗ്ഗിന്ന് ഫസ്റ്റ് വിളിച്ചതല്ല അവനെ. ഞാൻ ഓവറായിട്ട് തോന്നുന്നു. ബഗ്ഗിന്ന് പേര് വിളിച്ചതല്ല അവനായിരുന്നു. പക്ഷെ ഇതിപ്പോ തീർക്കാൻ വേണ്ടിയാണ് അവര് വിളിക്കുന്നത്. എല്ലാരും ആയിട്ടാ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നത്. ബ്രോ കേറിക്കോ ഉമ്മാര് വേറെ ഉദ്ദേശമൊന്നുമില്ല. സ്മാരോ ബ്രോ വേറെ ഉദ്ദേശമൊന്നുമില്ല ഉമ്മാർക്ക്. കേറിക്കോ നീ ഒന്ന് സംസാരിച്ചിട്ട് വാസോണ്ട ഇവനെ മിണ്ടത്തുള്ളൂ. ഇങ്ങൊന്ന് പറയണ വാസോണ്ട ഇവിടെ പറ എന്തോ ചെയ്യണ്ടാ ബ്രോ. തീർക്കുന്നതല്ലേ നല്ലത്. നിങ്ങള് ഫൈറ്റ് എടുത്ത് കളിക്കേ. എന്നാ വണ്ടി എടുത്തോ. ഒരു കാര്യം ചെയ്യാം. അവിടുന്ന് എയിം ചെയ്തിക്കുന്നുണ്ട് കേട്ടോ. സ്പീഡ് അതാരാ വണ്ടി അടിച്ച് മുതലേതായിരുന്നു? വണ്ടി ആരാ അടിച്ചത്? എന്താ സ്പീഡാ? ഞാൻ കൊണ്ടുവന്നുണ്ട്. അതെന്തിരി അവിടെ അവിടെ എന്തിരിത്? എന്തോന്നടേ അവൻ കാണിക്കുന്നേ. ഇല്ല മോൻ അടിയടാ പഴം കൊടുക്കുന്നത് ആനയാ. വീഡിയോ ചിപ്പി ചിപ്പി ചപ്പ ചപ്പ റൂബി റൂബി നാമ നാമടാ കേരള വണ്ടിയില് നായേ. ഓടാ ഏറിനടാ. ട്രിക്കി ഓ വേറെ സമ്മതിച്ചില്ല. ആളിപ്പോഴും സേഫാ. നിന്റെ കില്ല് എനിക്ക് കേറ്. അല്ലെ പ്ലീസ് നിന്റെ കില്ല് എനിക്കളിയാ. നീ അകത്ത് കേറ്. കേറ്. ഇവിടെ ഇരിക്കുന്നുണ്ടോ? കൺവിൻസിങ്. അല്ലെ ആ പേര് നിന്റെ മറക്കത്തില്ല. അപ്പുറത്തെ ഇറങ്ങണ ഒരു ഓടി തരാം. കേറ് വാ വാ വാ. അല്ലാത്ത അവസ്ഥ. വീടുണ്ടാവും ബൈ അടുത്തെന്തൊരു വള്ളിയാണെന്ന് പറഞ്ഞ ഒരാൾ കേറുന്നു. ഓ അതെന്തൊരു സാധനം എടുത്തിരുന്നു. നന്നായി ഹീലടിക്കാൻ അറിയാം കേട്ടോ. പക്ഷെ കാർ ഇപ്പൊ കത്തും ചിലപ്പോ. കാർ പൊട്ടിച്ചാ മതിടാ. കാർ പൊട്ടിക്കാണെന്നുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങും. ആ സമയത്ത് അടിക്കട്ടോ. ഇത്ര കൺവിൻസ് ചെയ്യാൻ മറ്റേ ഓടിക്കേറി ചത്ത്. അത് വേണ്ടായിരുന്നു. ബാബു ചേട്ടൻ ഉമ്മ തരോ? എടാ ഓപ്പൺ കയറി. ഓ അടിച്ച് കെവിൻ കൊണ്ടുപോയി ആ കില്ല്. അവർക്ക് വേറെ വഴിയില്ലടാ. അവർക്ക് അവിടെ നിൽക്കാൻ എന്തേലും വേണം.
ഇവരിങ്ങനെ ജിജി ജിജി ഗൈസ്. പ്രാന്തന്മാര് എടാ അടിക്കുന്നടാ. താമോനിക്ക് ഇല്ലിട്ടാത്തതിന്റെ വിഷമത്തിലാണ് ആ സ്പീഡിന് സ്പീഡ് കുലാന് ഇല്ലുമൻ ദാമോനി കൊടുന്ന് അടാ അടിച്ചു. ഓക്സിജൻ കെവിൻ ഓക്സിജൻ അടിച്ച്. ദാമുന് നല്ലൊരു പണി കിട്ടി. ദാമു എന്തോ പറഞ്ഞ് കെവിൻ MVP യാ. ഹലോ മറ്റേ ടൈമായി സരക്കണ്ണ നൈസ് ആയിരുന്നു നൈസ് നൈസ്. ഞാനിവിടെ പറഞ്ഞു വിട്ടതാണ് അറ്റാക്കിംഗ് ടർഫ് കിട്ടും. അതാണ് ഒരു അറ്റാക്കിംഗ് ടർഫ് തന്നെ കിട്ടിയണ്ണ.